ഹായ് ഹലോ. ഞാനിന്നൊരു റെസ്ക്യൂവിന് വന്ന നന്ദിയുടെ ഒരു വീട്ടിലെ റെസ്ക്യൂവിന് വന്നൊരു അണലിയുടെ കുഞ്ഞിനെ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പം അത് റെസ്ക്യൂ ചെയ്യാൻ വന്നപ്പം എനിക്ക് രാവിലെ 10 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പം മണി എത്ര? മണി 3:15 ഇത്രയും നേരം അതിൻ്റെ സെർച്ചിങ്ങും അതിൻ്റെ റെസ്ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഫൈനലി കിട്ടിയത് എത്രയാണെന്ന് അറിയണ്ടേ? 63 റസൽസ് വൈപ്പറിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 63 അണലി കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിനെ ഒന്ന് കാണണ്ടേ? കാണിച്ചു തരേ. ഞാൻ ഈ പാമ്പ് പിടുത്തം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. എന്നിട്ട് ഇത് എൻ്റെ ലൈഫിൽ ഇന്നാദ്യമായിട്ടാണ് ഇത്രയും അണലി കുഞ്ഞുങ്ങളെ ഞാൻ റെസ്ക്യൂ ചെയ്യുന്നത്. അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ 2 റെസ്ക്യൂ ചെയ്തിട്ട് ഇത്രയും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ അമ്മയെ കിട്ടിയിട്ടില്ല. അവിടെ മതിലിൻ്റെ ബേസ്മെൻറ്റിൽ 2-3 ഹോള്, നല്ലതുപോലെ ഹോളുണ്ട്. അപ്പോൾ അതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. മതിൽ പൊളിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ നിമിഷം അത് പുറത്തിറങ്ങാൻ ഒന്ന് ശ്രദ്ധിച്ചോളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടിയുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ പട്ടി കണ്ടുപിടിക്കും, ഉറപ്പാണ്. പട്ടിയും പൂച്ചയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പാമ്പ് വരണമെങ്കിൽ അവരാണ് കണ്ടുപിടിച്ച് തരുന്നത്. അണലിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അണലി ഹൈലി വെനമസ് ആയ മോസ്റ്റ് ഡേഞ്ചറസ് സ്നേക്സ് ആണ്. നമ്മൾ 360 ഡിഗ്രിയും ചലിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഏത് ദിശയിലേക്കും ചാടിക്കടിക്കാനുള്ള ഒരു കപ്പാസിറ്റി അണലിക്കുണ്ട്. അതുകൊണ്ട് ഈ പാമ്പിനെ ഏറ്റവും അധികം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് പാമ്പ് മുട്ടയിടുന്ന ടൈമും ഇണ ചേരുന്ന ടൈമാണ്. എന്ന് വെച്ചാൽ ചൂട് സമയം. അപ്പം മുട്ട വിരിഞ്ഞിറങ്ങുന്ന ടൈം കൂടി ആവുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീടിൻ്റെ പരിസരമൊക്കെ നല്ലതുപോലെ ഒന്ന് വാച്ച് ചെയ്യുക. ഇതുപോലെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ 2 കുഞ്ഞിനെയൊക്കെ നമ്മൾ വീട് പരിസരത്ത് കാണുമ്പോൾ റെസ്ക്യൂവേഴ്സിനെ വിളിക്കും. മുഴുവനായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നല്ല അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്.